ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഡിസൈൻ ആണ്. സോ എന്താണ് ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു ആർക്കിടെക്ചർ സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് എങ്ങനെ അതിനകത്ത് കമ്പ്യൂട്ടറിനകത്ത് ഓപ്പറേഷണൽ യൂണിറ്റുകൾ അറേഞ്ച് ചെയ്യാം, എങ്ങനെ ആ യൂണിറ്റുകൾ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഒരു കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഡീൽ വിത്ത് ഹൗ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ ആർ ഓർഗനൈസ് ആൻഡ് വേരിയസ് ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ഫോർ എ സ്പെസിഫിക് ടാസ്ക്. അതായത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ അതിനകത്തുള്ള ഓരോ പാർട്സും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നൊക്കെയാണ് ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത്. അതുപോലെ ഒരു സ്പെസിഫിക് ടാസ്ക് എങ്ങനെ പെർഫോം ചെയ്യും, അതിനുവേണ്ടി ഏതൊക്കെ ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഒരു കമ്പ്യൂട്ടർ ഓർഗനൈസേഷനകത്ത് പറയുന്നത്. ദ ഓർഗനൈസേഷൻ ഓഫ് ദ കമ്പ്യൂട്ടർ ഈസ് ഡിഫൈൻഡ് ബൈ ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ്, ടൈമിംഗ് ആൻഡ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആൻഡ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഒരു കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ അകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് കൺസെപ്റ്റുകളാണ് ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സും ടൈമിംഗ് ആൻഡ് കൺട്രോളും അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസും. ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഒരു കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേണ്ട രീതിയിൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസും അതുപോലെ ഇൻസ്ട്രക്ഷൻസ് കോഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇൻസ്ട്രക്ഷൻ. Computer instructions are a set of machine language instructions that a particular processor understand and execute. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊസസ്സർ പെർട്ടിക്കുലർ ടാസ്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ പ്രൊസസ്സർക്ക് CPU-ന് മനസ്സിലാവുന്ന രീതിയിലാവണം ഇൻസ്ട്രക്ഷൻസ്. അതുകൊണ്ടാണ് ഇതൊരു മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ ആയത്. അപ്പോൾ ഇത് പ്രൊസസ്സർക്ക് അണ്ടർസ്റ്റാൻഡ് ആവുകയും ചെയ്യും, അതുപോലെ എക്സിക്യൂട്ട് ചെയ്യാനും കഴിയും. എ കമ്പ്യൂട്ടർ പെർഫോം ടാസ്ക് ഓൺ ദ ബേസിസ് ഓഫ് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ്. കമ്പ്യൂട്ടർ പെർഫോം ചെയ്യുന്നത് നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ, ഇപ്പോൾ പറഞ്ഞല്ലോ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും, മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ ബേസിലായിരിക്കും കമ്പ്യൂട്ടർ പെർഫോം ചെയ്യുക. ആൻഡ് ഇൻസ്ട്രക്ഷൻ കംപ്രൈസ് ഗ്രൂപ്പ് ഓഫ് ഫീൽഡ്. സച്ച് ഫീൽഡ്സ് ആർ, എന്തൊക്കെയാണ് ഫീൽഡ് വരുന്നത്? ഒന്ന് അഡ്രസ്സിംഗ് മോഡാണ്, പിന്നെ ഒന്ന് OP കോഡാണ്. ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം OP കോഡാണ്, പിന്നെ ഓപ്പറൻറ്റ് ഓർ അഡ്രസ് ഓഫ് ദ ഓപ്പറൻറ്റ്. അപ്പോൾ ഈ 3 ഫീൽഡ് ഉണ്ടായിരിക്കുക. ഫസ്റ്റ് എന്താണ്? അഡ്രസ്സിംഗ് മോഡ്, പിന്നെ OP കോഡ്, പിന്നെ ഓപ്പറൻറ്റ് അല്ലെങ്കിൽ അഡ്രസ് ഓഫ് ദ ഓപ്പറൻറ്റ്. OP കോഡ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്യുന്നത് അതിനകത്ത് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളുടെ നോർമൽ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് ഉണ്ടാവുക? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതൊക്കെയാണ് നോർമൽ ഓപ്പറേഷൻ ഉണ്ടാവുക. ഓക്കെ, ദ അഡ്രസ് ഫീൽഡ് വിച്ച് കണ്ടെയ്ൻ ദ ലൊക്കേഷൻ ഓഫ് ദ ഓപ്പറൻറ്റ്. അഡ്രസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറൻറ്റിൻ്റെ ലൊക്കേഷനാണ് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് രജിസ്റ്റർ ലൊക്കേഷൻ ആണോ മെമ്മറി ലൊക്കേഷൻ ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അഡ്രസ് ഫീൽഡാണ്. പിന്നെ മോഡ് ഫീൽഡ് ഉണ്ട്, അത് സ്പെസിഫൈ ചെയ്യുന്നത് ഹൗ ഓപ്പറൻറ്റ് വിൽ ബി ലൊക്കേറ്റഡ്. അതായത് ചില ഓപ്പറൻറ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അതായത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് ആയിരിക്കും. ചിലത് ഇൻഡയറക്റ്റ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ 2 ലൊക്കേഷൻ 2 അഡ്രസ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്നിന്ന് വേറൊരു അഡ്രസ്സൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ആയിരിക്കും ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക ലൊക്കേഷൻ. അങ്ങനെയുണ്ട്. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ലൊക്കേഷൻ ഉണ്ട്, അങ്ങനെ പല രീതിയിലും ഉണ്ടായിരിക്കും. അതാണ് അഡ്രസ്സിംഗ് മോഡ് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് 2 ടൈപ്പാണ്, ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഈ ബേസിക് കമ്പ്യൂട്ടർ ഹാസ് 3 ഇൻസ്ട്രക്ഷൻ കോഡ് ഫോർമാറ്റ്. മെയിനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് 3 ഇൻസ്ട്രക്ഷൻ കോഡ് ഫോർമാറ്റാണുള്ളത്. ഒന്ന് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ, പിന്നെ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ്. ഫസ്റ്റ് നമുക്ക് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ നോക്കാം. ഇതിനകത്ത് ഈ ഫിഗറിൽ കാണാം നിങ്ങൾക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആ ഒരു ഫോർമാറ്റ് തന്നെയാണ്. ഫസ്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്, പിന്നെ OP കോഡാണ്, പിന്നെ അഡ്രസ്സാണ്. അപ്പോൾ 0 to 11 വരെ നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം എന്താണുള്ളത്? അഡ്രസ്സാണുള്ളത്. 11, 12, 13, 14 ഈ 3 ബിറ്റും OP കോഡാണ്. പിന്നെ ലാസ്റ്റ് ബിറ്റ് 15th ബിറ്റ് ആണ് അഡ്രസ്സിംഗ് മോഡാണ്. അപ്പോൾ OP കോഡ് 00 to 110 വരെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ബിറ്റ് മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ 000 ഒരു ഓപ്പറേഷൻ ആയിരിക്കും, 001 ആകുമ്പോൾ വേറെ ഓപ്പറേഷൻ, 0010 ആകുമ്പോൾ വേറെ ഓപ്പറേഷൻ, അങ്ങനെയാണ് അതിനകത്ത് ഓപ്പറേഷൻസ് നടക്കുന്നത്. ഇനി മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ 12 ബിറ്റ് ഓഫ് മെമ്മറി ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ അഡ്രസ്. ഇതിനകത്തുള്ള 12 ബിറ്റ് 0 to 11 വരെയുള്ള ഈ ബിറ്റുകൾ, ഇത്രയും ബിറ്റ് എന്തിനുള്ളതാണ്? അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് 1 ബിറ്റ് ടു സ്പെസിഫൈ ദ അഡ്രസ്സിംഗ് മോഡ് ആയി. അതായത് ഇതിനകത്ത് 15th ബിറ്റ് എന്ന് പറഞ്ഞാൽ അഡ്രസ്സിംഗ് മോഡ് സ്പെസിഫൈ ചെയ്യാനുള്ളതാണ്. പിന്നെ 12 to 14 നമ്മൾ പറഞ്ഞു OP കോഡ് സ്പെസിഫൈ ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത്ര പറയുന്നു, ഇനിയും ബാക്കി ഒരുപാട് ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ഓരോ വീഡിയോസ് ആക്കി ചെയ്യും. പിന്നെ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ. രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദ OP കോഡ് 111 വിത്ത് എ 0 ഇൻ ദ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ്, അതായത് 15th ബിറ്റ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ.
അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മെമ്മറി റെഫറൻസിൽ വരുന്നത് നമ്മൾ കണ്ടു. ഇനി രജിസ്റ്ററിലേക്ക് വരുമ്പോഴുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 0 to 11 വരെയുള്ള ബിറ്റ് അവിടെ എന്തായിരുന്നു അഡ്രസ്സായിരുന്നു. ഇവിടെ പകരം രജിസ്റ്റർ ഓപ്പറേഷനാണ് വരിക. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കണ്ടാൽ മനസ്സിലാവും. 12th 13th 14th 111 എന്നാണ് രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ നമുക്കുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അതാണ്. 3 111 ആയിരിക്കും. മാത്രം പോരാ 15th ബിറ്റ് എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ 0 111 എന്നുള്ള ഫോർമാറ്റ് ആണെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആവുള്ളൂ. ഈ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈ ആൻ ഓപ്പറേഷൻ ഓൺ ഓർ ടെസ്റ്റ് ഓഫ് അക്യുമുലേറ്റർ രജിസ്റ്റർ. അപ്പോൾ ഈ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ നമുക്കറിയാം രജിസ്റ്റർ ഓപ്പറേഷൻസ് ആണ് അതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മെയിനായിട്ടും ബേസ് ചെയ്യുന്നത് അക്യുമുലേറ്ററിനെ ആയിരിക്കും. രജിസ്റ്റർ ഓപ്പറേഷൻസ് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അക്യുമുലേറ്റർ ലോജിക്കിനെ ആയിരിക്കും. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള രജിസ്റ്റർ ഓപ്പറേഷൻസ് ആണ് ഇതിനകത്ത് നടക്കുക. ഓക്കെ, ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ്. Just like the register reference instruction, an input-output instruction does not need a reference to memory and is organized by the operation code 111 with a 1 the leftmost bit of the instruction. നമ്മൾ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷനും പ്രത്യേകിച്ച് മെമ്മറിയിലേക്ക് റെഫർ ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വരിക, ഓപ്പറേഷൻ കോഡ് 111 ആയിരിക്കും. അതേപോലെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷനകത്ത് 1 ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷനും രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനും തമ്മിലുള്ള മാറ്റം ആ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിലാണ്. അതായത് അഡ്രസ്സിംഗ് മോഡ് ഇതിനകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷനകത്ത് 1 ആയിരിക്കും. നമ്മുടെ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനകത്ത് അതെന്തായിരുന്നു 0 ആയിരുന്നു. The remaining 12 bits are used to specify the type of input-output in operation or test performed. 0 to 11 വരെയുള്ള ബിറ്റ്സ്, അതായത് ആ 12 ബിറ്റ്സ് IO ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ടൈപ്പ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനാണ് നടക്കുന്നതെന്ന് സ്പെസിഫൈ ചെയ്യാനാണ് ആ 12 ബിറ്റുകൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ടിൽ ഈ ഫിഗേഴ്സും വരച്ച് വെക്കട്ടെ, എന്നാലേ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടുള്ളൂ. The 3 operation code bit in position 12 through 14 should be equal to 111. അതായത് ഇതിനകത്തുള്ള ഓപ്പറേഷൻ കോഡ് എന്ന് പറയുമ്പോൾ 12 to 14 വരെയുള്ള ഏരിയ ആണ് അവിടെ 111 എന്നാണ് വരിക. അതർവൈസ് ദ ഇൻസ്ട്രക്ഷൻ ഈസ് എ മെമ്മറി റെഫറൻസ് ടൈപ്പ് ആൻഡ് ദ ബിറ്റ് പൊസിഷൻ 15 ടേക്കൺ ആസ് അഡ്രസ്സിംഗ് മോഡ് 1. അതായത് ഇതിനകത്ത് ഈ 111 അല്ലാതെ ഇങ്ങനെ ചേഞ്ചായി വരുന്നതാണെങ്കിൽ അത് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. മാത്രമല്ല 15th ബിറ്റ് എന്താണ് ഇവിടെ 1 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ രജിസ്റ്ററിൽ എന്തായിരുന്നു 0 ആയിരുന്നു. when the three operation code bit are equal to 111, control unit inspect the bit position 15. control unit എന്ത് ചെയ്യും, അത് 15th പൊസിഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യും. അത് 0 ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ റെഫറൻസ് ടൈപ്പ് ആണ്. അല്ലെങ്കിൽ എന്താണ് ഇൻസ്ട്രക്ഷൻ ഈസ് ഇൻപുട്ട് ടൈപ്പ് ഹാവിങ് 1 bit at position 15. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആവുന്നത് എങ്ങനെയാണ് 15th പൊസിഷനിൽ 1 ആകുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇൻസ്ട്രക്ഷൻ കോഡിൻ്റെ ഫോർമാറ്റൊക്കെ നോട്ടിൽ വരച്ച് വെക്കണം. എന്നിട്ട് എന്താണ് ഇൻസ്ട്രക്ഷൻസ് നോക്കണം. എന്നിട്ട് പിന്നെ ഓരോ ടൈപ്പും എഴുതിയെടുക്കുക. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസും പഠിക്കാനുണ്ട്. അതായത് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ രജിസ്റ്റർ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. ഉണ്ടാവാൻ മാത്രമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു ബേസിക് കൺസെപ്റ്റാണ്. ഇവിടെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന കോർ സബ്ജക്റ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂളും സെക്കൻഡ് മോഡ്യൂളൊക്കെ ഇപ്പോഴേ പക്കയായിട്ട് പഠിച്ചു പോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇലക്ട്രോണിക്സിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഒരിക്കലും അത് പെൻഡിങ്ങിൽ വെച്ച് എല്ലാം കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റരുത്. സോ അന്നന്ന് എടുക്കുന്നത് അന്ന് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്ത് നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.